സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടൻ കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ നൽകിയ പരാതിയിൽ ജീവനക്കാർ തട്ടിപ്പ് നടത്തിയതായ വ്യക്തമായ രേഖകൾ ലഭിച്ചതായി ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു. ജീവനക്കാർ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ലെന്നും അതുകൊണ്ട് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. അതുപോലെ 8 ലക്ഷം രൂപ വാങ്ങിയ ശേഷം തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയതായി ജീവനക്കാരും കൃഷ്ണകുമാറിനെതിരെയും ദിയ കൃഷ്ണയ്ക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. ഈ കേസിൽ ദിയ കൃഷ്ണയുടെ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. ദിയ കൃഷ്ണയുടെ സ്ഥാപനമായ OBOCയിൽ നിന്ന് മുൻ ജീവനക്കാരികളായ 3 പേർ ചേർന്ന് 60 ലക്ഷത്തിലേറെ രൂപ തട്ടിയെന്നായിരുന്നു ആദ്യത്തെ ദിയയുടെ പരാതി. ദിയയുടെ പരാതിക്ക് പിന്നാലെ തങ്ങളെ കൃഷ്ണകുമാർ ബലമായി തട്ടിക്കൊണ്ടു പോകാനും സ്ത്രീത്വത്തെ അപമാനിക്കാനും ശ്രമിച്ചെന്ന് കാട്ടി ജീവനക്കാരികളും പരാതി നൽകിയിരുന്നു. ദിയയുടെ അറിവോടെയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയത്. നികുതി വെട്ടിപ്പ് നടത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ദിയ തന്നെയായിരുന്നു തങ്ങളോട് പണം സ്വീകരിക്കാൻ പറഞ്ഞതും. ആ പണം പിന്നീട് അവർ തന്നെ വന്ന് വാങ്ങിപ്പോയിരുന്നുവെന്നും ജീവനക്കാരികൾ നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ വിശദമായ അന്വേഷണത്തിനൊടുവിൽ ദിയയുടെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ചതും. ജീവനക്കാരുടെ ബാങ്ക് ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ നിർണായക തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചു. ബന്ധുക്കൾ അടക്കമുള്ളവരുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നാണ് വിവരം. 66 ലക്ഷം രൂപ QR കോഡ് വഴി ജീവനക്കാരികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയെന്ന് പോലീസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് പണം മാറ്റിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചത്. ഡിജിറ്റൽ തെളിവുകളും ജീവനക്കാർക്കെതിരായി. ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നെല്ലാം പണം എത്തി, അവർ എങ്ങനെയൊക്കെ പണം ചെലവഴിച്ചു എന്ന് തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെ അക്കൗണ്ടിൽ വന്ന പണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയതാണ് നിർണായക തെളിവായത്. ATM വഴി പണം പിൻവലിച്ച് ദിയയ്ക്ക് നൽകിയെന്ന് ജീവനക്കാരികൾ മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ATM വഴി ഈ പറയുന്നത് പോലുള്ള വലിയ തുകകൾ പിൻവലിച്ചതായി കണ്ടെത്താൻ സാധിക്കാതിരുന്നതും ദിയയുടെ പരാതികൾ ശരിവെക്കുന്ന തരത്തിലേക്ക് അന്വേഷണത്തെ തിരിച്ചു. ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ഫോൺ, CCTV ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് പോലീസ് അന്വേഷണം പ്രധാനമായും മുന്നോട്ട് കൊണ്ടുപോയത്. കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നത്. Subscribe to One India and never miss an update.